ബ്രിട്ടീഷ് തീവ്രവാദ നയങ്ങളുടെ സമഗ്രമായ പുനരവലോകന റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ശുപാർശകളിലൊന്ന് ISIS-ൽ ചേരാനായി രാജ്യം വിട്ട ഷമീമ ബീഗത്തെ തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ്. 2015 വെറും 15 വയസ്സുള്ളപ്പോൾ ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കാനുള്ള മോഹവുമായി കിഴക്കൻ ലണ്ടനിലെ വീട് ഉപേക്ഷിച്ച സിറിയയിലേക്ക് കടന്നതാണ് ഈ ISIS വധു. ബ്രിട്ടന്റെ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ഓൺ UK കൗണ്ടർ ടെററിസം 3 വർഷമെടുത്താണ് ഈ പുനരവലോകനം പൂർത്തിയാക്കിയത്. ഈ റിപ്പോർട്ടിലാണ് ഷമീമ ബീഗത്തെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മറ്റ് ബ്രിട്ടീഷ് പൗരന്മാരെയും നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷമീമ ബീഗം ഉൾപ്പെടെയുള്ളവർ കഴിയുന്ന സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് ബ്രിട്ടന്റെ ഗ്വാണ്ടനാമോ എന്ന ദുഷ്പേരുണ്ട്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അൽ ഖ്വയ്ദ അംഗങ്ങളെ പാർപ്പിച്ച കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ ബേ ജയിലിനെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. കേസ് ചാർജ് ചെയ്യാതെയും വിചാരണയില്ലാതെയും ഒരാൾ ഇവിടെ തടവിൽ കഴിയുന്നതാണ് ഈ പേരിന് കാരണം. ഈ ക്യാമ്പുകളിലെ ജീവിതം കനത്ത ഭീഷണിയിലാണെന്ന് കമ്മിറ്റി നിരീക്ഷിച്ചു. മനുഷ്യത്വരഹിതവും വൃത്തികെട്ടതുമായ സമീപനമാണ് ഇവിടെ ഉള്ളതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ തത്വങ്ങളും ഇവിടെ ലംഘിക്കപ്പെടുന്നുവെന്നും കമ്മിറ്റി വിലയിരുത്തി.